അയ്യോ ഗായ്സ് വൺ വെയിറ്റിംഗ് ആയിരുന്നു തഗ് ലൈഫ് ട്രെയിലർ. STR കമലഹാസൻ കോപ്പം മണിരത്നം ഡയറക്ഷൻ AR റഹ്മാൻ മ്യൂസിക്. ട്രെയിലർ വന്നിട്ട് ഒന്ന് കണ്ടു നോക്കാം. நீ என் உயிரை காப்பாத்துறவன், எவன்கிட்ட இருந்து என்ன மீட்டெடுத்தவன். കമൽഹാസൻ உன் தலையெழுத்தையும் என் தலையெழுத்தையும் ஒன்னா எழுதி வச்சுட்டான். இனிமே நீ நானும் ஒண்ணு. ഓ STR ആ ചെറുക്കൻ STR പൊളി വിന്റേജ് കമലഹാസൻ. எட்டடி பாத்தியா நீ 18 கணக்குள்ள உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன். வெளியா അയ്യോ കേട്ടു. അയ്യോ STR ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഓ அவரும் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கா? எனக்கு எதுவும் சரியா படல. நீங்க இப்ப போக வேண்டாம். വിരുവാണ്ടി റെഫറൻസ് പൊളി 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 വിരുവാണ്ടി. Madam, I am your only Adam. തൃഷ കമൽഹാസന്റെ പേരാണ്. അയ്യേ அவர் நம்ம வீடு தேடி வர ജോജോനെ കയറി അറിഞ്ഞിട്ട് കേട്ടു. இனிமே இங்க நான் தான் ரங்கராய சக்திவேல். ഓ STR ഇവര് ഫൈറ്റ്. இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? കിട്ടില്ല സാധനം കിട്ടില്ല സാധനം. അയ്യോ പക്ക പക്ക ഇതായിരുന്നു സാധനം. ഞാൻ അന്നേ ഓർത്ത് STR എന്തിനാ ഇതുപോലൊരു പടത്തിൽ കയറി അഭിനയിച്ചെന്ന്. ഇതായിരുന്നു റീസൺ. എന്തുവാ ഇത്? അയ്യോ ആക്ച്വലി ഞാൻ കമൽഹാസനൊക്കെ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്ന STRന്റെ പോർഷൻസിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ കണ്ട് കഴിഞ്ഞപ്പോ അയ്യോ AR റഹ്മാൻ എന്ത് പൊളിയായിട്ട് പുള്ളിയുടെ BGM ഇങ്ങനെ ഓ വിക്രം ലെവൽ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ STR പുള്ളിയും കൂടെ വരുന്ന സീനല്ല, അതായത് രണ്ടുപേരും ഒന്നിച്ച് എടുത്തു വളർത്തിയതാന്ന് തോന്നുന്നു. എന്നിട്ട് ലാസ്റ്റിൽ ഇവര് തമ്മിൽ തെറ്റുന്ന അങ്ങനത്തെ ആയിരിക്കും സ്റ്റോറി. ബട്ട് എന്ത് ഇതാണ് വേണ്ടത്. നമ്മൾ മഹാനകത്ത് അച്ഛൻ മകൻ ഈഗോ കണ്ടു, പിന്നെ ഗോട്ടിനകത്ത് വിജയും കൂടെ ഉള്ളത് കണ്ടു. ഇത് ആ ഒരു ടൈപ്പ് സാധനം പക്ക ആ ഒരു സാധനമേ ഉള്ളൂ. പക്ഷെ അത് എന്താ പറയാ ഭയങ്കര സാധനം ഈ രീതി വേണം. അയ്യോ കോളിവുഡ് ഇപ്പൊ 5-6 മാസം ഒരു വലിയ ഹിറ്റ് എന്ന സാധനം ഇല്ല അവിടെ. ഇതാണ് വേണ്ടത്. എന്താ പറയാ ഇത് കഴിയുമ്പോൾ കൂലികളെ വരുമോ രജനി കമലേര വീണ്ടും പൊളി സാധനം. ഹിറ്റ് കിട്ടിയ എന്തായാലും ക്രെഡിറ്റ് STR കിട്ടത്തില്ല. എന്നാ പോലും പുള്ളി എന്തായാലും ഒരു 1.5 കൊല്ലത്തോളം വെയിറ്റ് ചെയ്ത് ഇത് വേണ്ടിയിട്ട് അങ്ങ് ചെയ്തതാ. പുള്ളി സ്വന്തം പടം ഇറക്കാതെ കമലഹാസന്റെ പടത്തിൽ കയറി. ഈ കണക്കിന് അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ ദുൽഖറിന് വന്ന ചാൻസ് ആണ് പുള്ളി മിസ്സാക്കിയെന്നുള്ളതാണ്. ദുൽഖറും ജയം രവിയും കൂടെ ചെയ്യാനിരുന്ന റോള് STR ഒറ്റയ്ക്ക് ചെയ്തതാ. വലിയ മിസ്സായിപ്പോ. എന്തായാലും STR തീ ലെവൽ എനിക്ക് അയ്യോ കേട്ടു. അപ്പൊ നിങ്ങക്ക് തോന്നിയ അഭിപ്രായം എന്താ വെച്ചാൽ പറയാ. തഗ് ലൈഫ്